കോട്ടയം പരിപ്പ് സ്വദേശിയായ ശ്രീ ഫിലിപ്പ് സാർ. അദ്ദേഹം 40 വർഷത്തിന് മേലെയായി ദുബായിലെത്തിയിട്ട് സ്വന്തം ബിസിനസ് ചെയ്യുന്നു. അതിനു മുമ്പ് തന്നെ ഗുജറാത്തിലും മുംബൈയിലും ഒക്കെയായി ഒരു പ്രവാസിയാണ്. വളരെ സീനിയറായ ഈ മറുനാടൻ മലയാളി ഇപ്പോഴും സ്വന്തം നാടിനെക്കുറിച്ചുള്ള ചിന്തകൾ കൂടെ കൊണ്ട് നടക്കുന്നു. അല്പസമയം അദ്ദേഹത്തോടൊപ്പം ചിലവഴിക്കാം. കോട്ടയം പരിപ്പ് സ്വദേശിയാണ് ശ്രീ ഫിലിപ്പ്. 1976 ഇദ്ദേഹം ദുബായിയിലെത്തുന്നത്. 40 വർഷത്തോളമായി ഇദ്ദേഹം ദുബായിയിലെത്തിയിട്ട്. അൽ മമലീക് ബിൽഡിംഗ് മെറ്റീരിയൽസ്, മിസൗറി അയൺ വർക്ക്സ് LLC എന്നീ കമ്പനികളാണ് ഇദ്ദേഹം നടത്തുന്നത്. ഡ്രെയിനേജുമായി ബന്ധപ്പെട്ട മാൻഹോൾ കവർ, റെയിൻ വാട്ടർ ഔട്ട്ലെറ്റ്, വാട്ടർ പ്രൂഫ് റൂഫ് കവർ തുടങ്ങി ബിൽഡിംഗിന് അത്യന്താപേക്ഷിതമായ വസ്തുക്കളുടെ വിപണനത്തിൽ ഇദ്ദേഹത്തിൻ്റെ കമ്പനി ദുബായിയിൽ വളരെ പ്രസിദ്ധമാണ്. മഴപ്രദേശമായ നമ്മുടെ കേരളത്തിൽ ഇന്നും സാർവത്രികമായി നടപ്പിലാക്കാത്ത മഴ പ്രതിരോധ ഉപകരണങ്ങൾ മഴയില്ലെന്ന് തന്നെ പറയാവുന്ന ഗൾഫ് രാജ്യങ്ങളിൽ നിർബന്ധമായും നടപ്പിലാക്കുന്നത് കാണുമ്പോൾ ആദ്യം നമുക്ക് അത്ഭുതം തോന്നാം. ദോഹ എയർപോർട്ട് ലീക്ക് ചെയ്ത സംഭവം ഓർമ്മിച്ചുകൊണ്ട് ഫിലിപ്പ് ഇതിനെപ്പറ്റി പറയുന്നത് ശ്രദ്ധിക്കൂ. ഇവിടെ തന്നെ ദോഹയിൽ വലിയൊരു മഴയുണ്ടായി. എയർപോർട്ട് ലീക്ക് ചെയ്തിട്ട് കൺസൾട്ടൻറ്റിനെയും പിന്നെ അതിൻ്റെ കോൺട്രാക്ടറെയും രാജ്യം വിട്ടു പോകാൻ അനുവദിക്കാത്തൊരു സാഹചര്യമാണ്. ഗവൺമെൻറ് ഇവിടെ ഈ കാര്യങ്ങൾക്കെല്ലാം വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ നാട്ടിലാണ് ഇത് കൂടുതൽ വേണ്ടത്. കാരണം വെച്ചാൽ അവിടെയുള്ള അത്രയും മഴയുടെ ഒരു 10% പോലും ഈ നാട്ടിൽ സംഭവിക്കുന്നില്ല. ഞാൻ പലപ്പോഴും അതിശയിച്ചിട്ടുണ്ട്. എടാ, മഴ പെയ്യാത്തൊരു സ്ഥലത്ത് ഇത്രയും വലിയ എമൗണ്ട് ഈ ഒരു കാര്യത്തിന് വേണ്ടി ചിലവാക്കുന്നുള്ളൂ. ഇതുവരെ ഇവിടെ ഒരു ശരിയായ മഴ പെയ്തിട്ടില്ല. കോട്ടയത്തെ വിദ്യാഭ്യാസത്തിനു ശേഷം 1968 ഫിലിപ്പ് ഗുജറാത്തിൽ ജോലിയിൽ പ്രവേശിച്ചു. അതിനുശേഷം ബോംബെയിലും കുറച്ചുനാൾ ജോലി ചെയ്തു. നാട്ടിൽ നിന്നാൽ ജീവിതത്തിന് പ്രതീക്ഷിച്ച അത്ര ഉയർച്ച ഉണ്ടാകുമെന്ന് ഇദ്ദേഹത്തിന് തോന്നിയില്ല. അതാണ് ഗൾഫിൽ എത്താനുള്ള ഒരു കാരണം. മറ്റൊരു കാരണം, സിറ്റി ജീവിതം അതിയായി ഇഷ്ടപ്പെടുന്ന ആളാണ്. ജീവിതത്തിൽ ഒരു ഉയർച്ച വേണം. ചെറുപ്പകാലങ്ങളിൽ ഒത്തിരി ആഗ്രഹങ്ങളുണ്ടായിരുന്നു. അത് സബലീകരിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു കാര്യമാണ് ദുബായിലേക്കുള്ള വരവ്. ദുബായിലേക്കുള്ള വരവെന്ന് പറഞ്ഞാൽ, വരാൻ ആഗ്രഹിച്ച ഒരു സമയത്ത് ഞാൻ വിവാഹിതനായിരുന്നു. ആ സമയത്ത് എൻ്റെ വൈഫ് ഇങ്ങനെ, ഞാൻ പറയും ഇന്ന ആപ്ലിക്കേഷൻ ഇന്നടുത്ത് നമുക്ക് ജോലി അപ്ലൈ ചെയ്യണം, ഈ ആപ്ലിക്കേഷൻ കൊടുത്ത് ഞാനിത് ജോബ് അഡ്വർടൈസ്മെൻറ്റ് കാണിച്ചു കൊടുക്കും, പുള്ളിക്കാരത്തി ആപ്ലിക്കേഷൻ ഉണ്ടാക്കുകയും സൈൻ ചെയ്ത് പോസ്റ്റ് ചെയ്യുന്ന ജോലി ഞാനാണ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ പല കമ്പനികളിൽ നിന്നും ഇൻ്റർവ്യൂവിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ചിലയിടത്ത് ശമ്പളത്തിൻ്റെ കാര്യത്തിൽ സാധിച്ചിട്ടില്ല, ചിലയിടത്ത് ടേംസ് ആൻഡ് കണ്ടീഷൻ ഒത്തിട്ടില്ല. അങ്ങനെ വന്നപ്പോൾ കിഷൻ കിക്ല എന്ന് പറഞ്ഞ ഒരു ജെൻറ്റിൽമാൻ, ഒരു ബിസിനസ് മാൻ, ബോംബെ വന്ന റിക്രൂട്ട്മെൻറ്റ്, താജ് ഹോട്ടലിൽ വെച്ചായിരുന്നു റിക്രൂട്ട്മെൻറ്റ്. അങ്ങനെ ആ റിക്രൂട്ട്മെൻറ്റിൽ അദ്ദേഹം നല്ലൊരു ശമ്പളം ഓഫർ ചെയ്യുകയും താമസ സൗകര്യത്തോടു കൂടി ഒരു ഫെസിലിറ്റി ഓഫർ ചെയ്തു. അത് സ്വീകരിച്ച് ഇവിടെ വന്നു. പിന്നെ ജീവിതത്തിലും പുറകോട്ട് നോക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിട്ടില്ല. ആദ്യകാലത്ത് നാട്ടിൽ ഒരു ടീ എസ്റ്റേറ്റിൽ അസിസ്റ്റന്റ് ടീ മേക്കറായി ജോലി നോക്കിയിരുന്നു. തേയിലത്തോട്ടത്തിലെ ഏകാന്തവാസം ഫിലിപ്പിനെ ഏറെ മടുപ്പിച്ചിരുന്നു. നഗരത്തിൻ്റെ വൈവിധ്യവും വെല്ലുവിളികളുമാണ് ഇദ്ദേഹത്തിനിഷ്ടം. ഒരു ചെറിയ ജോലി ചെയ്തു. പക്ഷെ അത് എനിക്ക് ഒരു ടീ എസ്റ്റേറ്റിൽ ഒരു അസിസ്റ്റൻറ്റ് ടീ മേക്കർ പൊസിഷനിലാണ് കയറിയത്. പക്ഷെ അവിടുത്തെ ആ ഒരു ഒറ്റപ്പെട്ടൊരു ജീവിതം അവിടെ വളരെ ചെറുപ്പമായിരുന്നു. അതിന് 19 വയസ്സ് മറ്റ് എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. വളരെ ചെറുപ്പമാണ്. പിന്നെ അങ്ങനെ ഒരു ഒറ്റപ്പെട്ട ഒരു സ്ഥലത്ത് പോയി ജീവിക്കുന്നതുള്ളൊരു താല്പര്യം തോന്നിയിട്ടില്ല. ഞാൻ എപ്പോഴും ആശിച്ചിരുന്ന ഒരു സിറ്റി ലൈഫാണ് ഞാൻ ആശിച്ചിട്ട് അന്നത്തെ കാലത്ത്. പ്രോഗ്രസ് സിറ്റിയിലുണ്ടാകുന്ന ആ പ്രായം മൂലം വിശ്വസിച്ചൊരു മനുഷ്യനാണ്. ജീവിതത്തെ വെല്ലുവിളികളോടെ സ്വീകരിച്ചതാണ് ഇന്നത്തെ ഇദ്ദേഹത്തിൻ്റെ വളർച്ചയ്ക്ക് കാരണം. ജീവിതത്തിൽ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ
ജീവിതത്തിൽ വിജയം നേടാൻ സാധിക്കും എന്ന് പഠിപ്പിച്ചൊരു സ്ഥലമാണ് ദുബായ്. ഏത് മനുഷ്യനും ശരിയായിട്ട് ബുദ്ധി ഉപയോഗിച്ച് ജോലി ചെയ്യുന്നുണ്ടോ അവർക്ക് എല്ലാവർക്കും വിജയിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ദുബായ്. അമേരിക്ക ഈസ് ലാൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്ന പോലെ ദുബായ് ഈസ് ലാൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റി. ഗൾഫിലെത്തി ആദ്യകാലത്ത് വർക്കിംഗ് പാർട്ണർഷിപ്പിലും പിന്നീട് പാർട്ണർഷിപ്പിലും പല പല ബിസിനസ്സുകൾ ചെയ്തു. എന്നാൽ അതൊന്നും അത്ര വിജയിച്ചില്ല. പിന്നീടാണ് ഇന്നത്തെ ബിസിനസ് ആരംഭിക്കുന്നത്. അതിനെപ്പറ്റി ഫിലിപ്പ് തന്നെ പറയുന്നു. ലോക്കൽസുമായിട്ട് കൂടിയിട്ടൊരു വർക്കിംഗ് പാർട്ണർഷിപ്പായിരുന്നു. അതത്ര സക്സസ് ആയിട്ടില്ല. സക്സസ് ആയില്ലെന്ന് പറഞ്ഞാൽ ഒത്തിരി എക്സ്പീരിയൻസ് കിട്ടി, പക്ഷേ കൂടുതലായിട്ട് സാമ്പത്തികമായിട്ട് വർധനമുണ്ടായില്ല. അങ്ങനെ അത് കഴിഞ്ഞായിട്ടാണ് വേറെ രണ്ട് ഇന്ത്യൻസിൻ്റെ കൂടെ കൂടിയിട്ട് ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് തുടങ്ങി. സാമ്പത്തികം കൂടിക്കഴിഞ്ഞപ്പോൾ പവർ സ്ട്രഗിൾ കമ്പനിക്കകത്ത് അങ്ങനെ ആ കമ്പനിയിൽ നിന്ന് മാറിയിട്ട് ഇപ്പോഴുള്ള സ്ഥാപനം തുടങ്ങി. അവിടെ ഞങ്ങൾ ഉണ്ടാക്കുന്നത് ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഡ്രെയിൻസാണ് കൂടുതലും. സ്റ്റെയിൻലെസ് സ്റ്റീൽ ഡ്രെയിൻസ്, സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഗ്രേറ്റിങ്സ്, ചാനൽസ് സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് ഏറ്റവും കൂടുതലായിട്ട് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളത്. അതിനകത്ത് കൂടുതലും ഇത് വീടുകളിൽ, പിന്നെ റെസ്റ്റോറൻറ്റ്, ഹോട്ടൽസ്, റെസ്റ്റോറൻറ്റ്സ്, ഹോസ്പിറ്റൽസ്. ഇപ്പം തന്നെ ഞങ്ങൾക്ക് വലിയൊരു ഹോസ്പിറ്റലിൻ്റെ ജോബ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അവരുടെ കംപ്ലീറ്റ് ട്രെയിൻഡ് ബിസിനസ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ദുബായിയിലെ നൂലാമാലകളില്ലാത്ത നിയമങ്ങളാണ് ഇവിടെ ബിസിനസ് ചെയ്യാൻ ആളുകളെ പ്രേരിപ്പിക്കുന്നത്. നമുക്കിവിടെ നമ്മുടെ നാടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നൂലാമാലകൾ വളരെ കുറവാണ്. പെട്ടെന്നാണ് ഈ ഗവൺമെൻറ് ചില മാനദണ്ഡങ്ങളുണ്ട്. അതനുസരിച്ച് ഞാൻ ട്രേഡ് ലൈസൻസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നാളെ അത് കിട്ടും. ഒരു ഫാക്ടറി തുറക്കണം, ഈ ചില എൻവയറോൺമെൻറ്റിൻ്റെ ചില നിബന്ധനകൾ കിട്ടും. അതെല്ലാം ഞാൻ പാലിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് കാര്യങ്ങൾ സാധിക്കും. പിന്നെ ഇവിടെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഗൈഡ് ലൈൻസ് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഹാർഡ് വർക്ക് ചെയ്താൽ ജീവിതത്തിൽ ഉന്നത വിജയങ്ങൾ നേടാൻ കഴിയുമെന്ന് ഇദ്ദേഹത്തെ പഠിപ്പിച്ച മണ്ണാണ് ദുബായ്. ഫ്ലോറിനാണ് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ. ഇവർക്ക് ഒരു മകനും മകളും. മകൻ അമേരിക്കയിലും മകൾ കാനഡയിലും താമസിക്കുന്നു. ഭാര്യ ഫ്ലോറിൻ ഫിലിപ്പ്. ഫ്ലോറിൻ എന്നാണ് അവരുടെ പേര്. മംഗലാപുരത്താണ് അവരുടെ വീട്. എനിക്ക് 2 കുട്ടികളുണ്ട്. മൂത്ത മകൻ ലോയിഡ് ഫിലിപ്പ്, അദ്ദേഹം അമേരിക്കയിലാണ്, ഒരു അമേരിക്കൻ സിറ്റിസണാണ്. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളെ കാണാൻ വരാറുണ്ട്. അല്ലാതെ ഇവിടെ വന്ന് ജീവിക്കണം എന്നല്ല, നാട്ടിൽ വന്ന് ജീവിക്കണം അദ്ദേഹത്തിന് യാതൊരു ആഗ്രഹമില്ല. പിന്നെ ഉള്ളതൊരു മകളാണ്. മകളെ വിവാഹം കഴിച്ചിരിക്കുന്നത് ഒരു ഇംഗ്ലീഷുകാരൻ പയ്യനാണ്. അവർ കാനഡയിലാണ് അവർ താമസിക്കുന്നത്. മകൾക്ക് ഒരു ഇരട്ട കുട്ടികളാണുള്ളത്, ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും. മകനും ഇതുപോലെ 2 ആൺകുട്ടികളാണ് ഉള്ളത്. കാരണം 3 ആൺകുട്ടികളുടെയും ഒരു പെൺകുട്ടിയുടെയും ഗ്രാൻഡ് ഫാദറാണ് ഞാനും എൻ്റെ മകളുമാണ് എൻ്റെ പാർട്ട്നേഴ്സ് ഈ കമ്പനിയിൽ. പക്ഷേ മിസൂറി അയൺ വർക്ക്സ് എന്ന് പറഞ്ഞ എൻ്റെ ഫാക്ടറിയിൽ ഞാനും എൻ്റെ മകനുമാണ് എൻ്റെ പാർട്ട്നേഴ്സ്. ഇവർ 2 പേരും ആക്റ്റീവ് പാർട്ട്നേഴ്സ് അല്ല. ജസ്റ്റ് ഫോർ ബിസിനസ് പർപ്പസ്. എനിക്ക് ഇത്രയും പ്രായമായ ഒരു മനുഷ്യനാണ്. നാളെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് അന്യാദനപ്പെട്ടു പോകരുത്. അതിന് വേണ്ടിയിട്ട് ഇവർ 2 പേരും പാർട്ട്നേഴ്സായിട്ട് വെച്ചിരിക്കുകയാണ് ഇതിനകത്ത്. പ്രവാസിയായെങ്കിലും ഞാൻ ജീവിതം നഷ്ടപ്പെടുത്തിയില്ല എന്ന ആത്മനിർവൃതി ഈ മനുഷ്യനുണ്ട്. പഴയ നാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വ്യത്യസ്തമായൊരു നാടാണ്. അന്നത്തെ ആ മനോഹരത, ആ ഭംഗിയെപ്പറ്റി എനിക്ക് ഓർമ്മ വന്നത്, ഞാൻ ഫിലിപ്പീനിലൊരു 3-4 വർഷം ഫിലിപ്പീനിൽ പോയപ്പോൾ ബൊഹോൾ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പോയി. ആ ബൊഹോൾ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് എൻ്റെ ചെറുപ്പകാലത്തെ പരിപ്പിനെ പറ്റിയാണ്. അതേ രീതിയിലായിരുന്നു, അത്ര ഭംഗിയായിട്ടാണ് ആ സ്ഥലം കിടക്കുന്നത്. പക്ഷെ ഒരിക്കലും ആ പരിപ്പ് ആ രീതിയിലേക്ക് ഇനി വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ ഒക്കുകയില്ല. പഴയ തൻ്റെ നാടിൻ്റെ മനോഹാരിത ഇടയ്ക്കിടയ്ക്ക് മനസ്സിലേക്ക് വരുമ്പോൾ അവസാനകാലം നാട്ടിൽ പോയി കർഷകനായി ജീവിക്കണം എന്ന് ഈ കർഷക പൗത്രന് ആഗ്രഹമുണ്ട്. എനിക്ക് ആഗ്രഹമുണ്ട്, നാട്ടിൽ പോയിട്ട് ജീവിക്കണം. അവസാന കാലത്ത് ഇങ്ങനെ സംഭവം ഉണ്ടാകുകയാണെങ്കിൽ ജീവിക്കണം, ഒരു കർഷകനായിട്ട് ജീവിക്കണം എന്ന് ആഗ്രഹമുണ്ട്. എൻ്റെ ഗ്രാൻഡ് ഫാദർ ഒരു കർഷകനായിരുന്നു. എൻ്റെ ഫാദർ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നെങ്കിലും എൻ്റെ ഗ്രാൻഡ് ഫാദർ ഒരു കർഷകനായിരുന്നു. ഞങ്ങൾക്ക് ചെറുപ്പകാലത്ത് ഞങ്ങളുടെ വകയായിട്ട് കുറച്ച് ഒരു കൃഷിഭൂമിയുണ്ട്, നിലം.
നെൽകൃഷി എന്ന്. ഞാൻ ആ നെൽകൃഷിയിൽ പോകാറുള്ളതും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പക്ഷേ ഇനി നെൽകൃഷിയോട് എനിക്ക് വലിയ താല്പര്യമില്ല ഇപ്പോൾ. പക്ഷെ മറ്റുള്ള കൃഷി എൻ്റെ ചെറുപ്പകാലങ്ങളിൽ ഞാൻ സ്വന്തമായിട്ട് ഈ വെണ്ട നടുക, ചീര നടുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ഇന്നും എനിക്ക് അതിനോട് താല്പര്യമുണ്ട്. ഞാൻ കുറച്ച് സ്ഥലമൊക്കെ മേടിച്ച് നാട്ടിൽ ഇട്ടിട്ടുണ്ട്. തിരിച്ചു പോയിട്ട് ഈ കൃഷിയൊക്കെ ചെയ്ത് ജീവിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. എന്നാൽ തന്നെ പോറ്റിയ മണ്ണായ ദുബായിയെ വിട്ടുപോകുന്ന കാര്യം ഓർക്കുമ്പോൾ ഈ നല്ല മനുഷ്യന് കണ്ണു നിറയും. വാശിയുടെ ജീവിതത്തോടൊപ്പം മുന്നേറുക എന്നുള്ളതാണ് ഡോക്ടർ നിക്കോളാസും ശ്രീ ഫിലിപ്പ് സാറിൻ്റെയും ജീവിതം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മൾ അറിഞ്ഞൊന്നുമല്ല, അറിയാനാണ് ഏറെയും. ഈ വിജയമുഖങ്ങൾ നമുക്ക് നൽകുന്ന ഊർജം, അതാണ് മറുനാടും മലനാടിൻ്റെയും പ്രേക്ഷകർക്കായി ഞങ്ങൾ പകർന്നു നൽകുന്നത്. ഇനി അടുത്ത ആഴ്ച ശുഭരാത്രി.